മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. ഇതാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പം നമുക്ക് ഒരു 2 മീഡിയം സൈസ് സവോള കൊത്തി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് ഇത് ശകല ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പച്ചമുളകിൻ്റെ എരി അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം കേട്ടോ. ഇതിപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് പൊട്ടേറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റോളം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 2 മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് പൊട്ടറ്റോ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണേ. ഇതിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് മുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പം മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഇനി നമ്മൾ ഈ മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ നമ്മളൊന്ന് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇത് ഇരിക്കുമ്പം കുറുകും, അപ്പം അതിനനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതി. അപ്പം കറി ഇച്ചിരി കുറുകിയിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് താളിച്ചിടാൻ പോവാം. താളിക്കാനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുകും 1 ചെറിയുള്ളിയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല. പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.